ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ സെൽഫ് സ്റ്റാർട്ട് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു തന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് ഓൾറെഡി ബാറ്ററി വളരെ ലോ ആയിരുന്നു. ഇത് ഇരിക്കണം മിൻറ്റയുടെ ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ബാറ്ററി ഇത് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാറ്ററി ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഓൾറെഡി സർവീസിനകത്ത് 2 ദിവസം മുമ്പ് നമ്മൾ സർവീസ് ചെയ്തതാണ്. അപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിച്ചായിരുന്നത്. ഇപ്പോൾ ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ട്. 13 വോൾട്ട് വരെ 13.17 ആ റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് വിടാണ്. ടെസ്റ്റിലേക്ക് വിടുന്ന സമയത്ത് ഇതിനകത്ത് വോൾട്ട് ഉണ്ടെങ്കിലും ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുക. പക്ഷേ നമുക്ക് സെൽഫൊക്കെ വർക്ക് ചെയ്യും. സെൽഫൊക്കെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. സെൽഫിലൊക്കെ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ടിങ് ആണ്. നമുക്ക് ഇതിൽ കയറുന്ന വോൾട്ടും ഒക്കെ നോക്കുമ്പോൾ കറക്റ്റ് തന്നെയാണ്. വണ്ടിയിൽ നിന്ന് കയറുന്ന വോൾട്ടിലും വേരിയേഷൻ ഒന്നുമില്ല. 14 വോൾട്ട് വരെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാറ്ററിയുടെയാണ് ആ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ സെൽഫ് എടുക്കുന്ന കേസ് നോക്കണ്ട. ബാറ്ററിയുടെ സ്റ്റോറിങ് കപ്പാസിറ്റി കുറയുമ്പോഴാണ് ഈ പ്രോബ്ലം വരാം, സെൽ ഡാമേജ് ആയിട്ട് വരുന്ന സമയത്ത്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് കംപ്ലൈൻറ്റ് കാണിക്കും. അപ്പോൾ അത് എത്ര ദിവസം ഇപ്പോൾ ചാർജ് ചെയ്ത് വെച്ചപ്പോൾ സെൽഫ് എടുക്കണ്ടില്ല, അത് എത്ര ദിവസം കിട്ടുമെന്നുള്ള ദിവസം ഒന്നും ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്നും പറയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ബാറ്ററി മാറ്റണോ തന്നെ അതല്ലെങ്കിൽ തൽക്കാലം ഇതെങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ട് കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.